ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷിക്കാൻ കൊല്ലം വിജിലൻസ് കോടതിയും അനുമതി നൽകി. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും SIT EDക്ക് കൈമാറണം. സമാന്തര അന്വേഷണം വേണ്ടെന്ന SIT വാദം കോടതി തള്ളി. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ B മുരാരി ബാബു, N വാസു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള EDയുടെ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIRഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. എന്നാൽ മുഴുവൻ രേഖകൾ കൈമാറുന്നതിൽ SIT എതിർപ്പറിയിച്ചിരുന്നു. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും സമാന്തര അന്വേഷണം വേണ്ടെന്നുമായിരുന്നു SITയുടെ നിലപാട്. എന്നാൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ളയെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ED അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. അതിനിടെ സ്വർണ്ണക്കവർച്ച കേസുകളിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തി അവ ഇളക്കി മാറ്റാൻ ശുപാർശ നൽകിയെന്നതാണ് N വാസുവിനെതിരായ കേസ്. സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തി കവർച്ചയ്ക്ക് കളമൊരുക്കിയെന്നാണ് മുരാരി ബാബുവിനെതിരായ കേസ്. 24 കൊല്ലം. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിൽ സർക്കാരിന്റെ യു-ടേൺ. പാരഡി ഗാനത്തിനെതിരായ കേസുകൾ പിൻവലിക്കാനും തുടർ നീക്കങ്ങൾ മരവിപ്പിക്കാനും ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP നിർദ്ദേശം നൽകി. വൈകി വന്ന വിവേകമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിജയമെന്നായിരുന്നു പാരഡി ഗാനത്തിന്റെ അണിയറക്കാർ പറഞ്ഞത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് വൈറൽ പാരഡി ഗാനം വീണ്ടും ചർച്ചയായത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറി പ്രസാദ് കുഴിക്കാല നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം സൈബർ പോലീസ് കേസെടുത്തിരുന്നു. മതവിദ്വേഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പാട്ടിലുണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. എന്നാൽ പോലീസ് കേസിനെതിരെ പ്രതിപക്ഷത്തിനൊപ്പം ഇടതനുഭാവികളും ആവിഷ്കാര സ്വാതന്ത്ര്യമുയർത്തി വിമർശിച്ചു. ഇതോടെയാണ് തീരുമാനത്തിൽ നിന്നും യു-ടേൺ അടിക്കാനുള്ള സർക്കാർ തീരുമാനം. പുതിയ കേസ് വേണ്ടെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കില്ലെന്നും മെറ്റയ്ക്കും ഗൂഗിളിനും കത്തയക്കില്ലെന്നും അറിയിപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിന് ഹാലിളകിയെന്ന പ്രതിപക്ഷം. അസഹിഷ്ണുതയോടുകൂടിയാണ് എല്ലാ എതിർപ്പുകളെയും നേരിടുന്നത്. ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സ് ഇവർക്കില്ല. ഒരു പാട്ട് പോലും കേട്ടാൽ ഇവർ അസ്വസ്ഥരാകും, ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാവും. നമുക്ക് നോക്കാം, ഞങ്ങൾ പറഞ്ഞല്ലോ, അവരെ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. കേസ് പിൻവലിച്ചതിൽ സന്തോഷമെന്നും മതവികാരം വ്രണപ്പെടുത്തിയെന്ന് തോന്നുന്നില്ലെന്നും പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർ. എൻ്റെ നമ്പർ കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിന് താഴെ ഒരിക്കൽ പോലും ഒരാൾ കോളിൽ വിളിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ മതവികാരം വ്രണപ്പെട്ടു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ മതനിന്ദ നടത്തിയെന്നോ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും പറയാനിട വന്നിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വീണ്ടും പാരഡി വിവാദം ചർച്ചയാക്കി പ്രതിരോധത്തിലാകേണ്ടതില്ലെന്നാണ് LDF നിലപാട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് വൻ തിരിച്ചടി. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചെന്ന് നേതാക്കൾ പറഞ്ഞു. സർക്കാരിനേറ്റ കനത്ത പ്രഹരമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാരിന്റെ പ്രാഥമിക അനുമതി എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കൃത്യമായ പഠനവും നടത്തിയില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയത്. കൃത്യമായ പഠനം നടത്തി നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസുമാരായ സതീഷ് നൈനാൻ, P കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെയുള്ള പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചെന്ന പ്രതിപക്ഷം. എക്സൈസ് മന്ത്രി MP രാജേഷിനും വിമർശനം. എക്സൈസ് മന്ത്രിയുടെ കറുത്ത കരങ്ങൾ ഈ എലപ്പള്ളി ബ്രൂവറിക്ക് പുറകിലുണ്ട്. ഈ സർക്കാരിന്റെ കറുത്ത കരങ്ങളുണ്ട്. അത് അഴിമതിയായിരുന്നു. ഡൽഹി മദ്യനയ കേസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് കേരളത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതല്ലേ, സർക്കാരിന്റെ തെറ്റായ നയം പ്രതിപക്ഷത്തിൽ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമല്ലേ. ഞങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന എലപ്പുള്ളിയിൽ ഇത്രയും വലിയൊരു പ്ലാന്റ് വരുന്നതോടെ നാട് മരുഭൂമിയാകും. ഭൂഗർഭജലം വറ്റുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുമെന്നുമായിരുന്നു പൊതുതാൽപര്യ ഹർജികൾ. 24 കൊച്ചി.
ഗർഭിണിയെ ക്രൂരമായി മർദ്ദിച്ചതിൽ നടപടി നേരിട്ട CI KG പ്രതാപചന്ദ്രനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. 2023 കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി CI KG പ്രതാപചന്ദ്രൻ മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശിയായ യുവനടൻ സനൂപ് പരാതി നൽകി. കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് 2023 സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഞങ്ങൾ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോയതാണ് അവിടെ. ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് രാഹുൽ എന്ന് പറഞ്ഞുള്ള പുള്ളി. പോയ സമയത്ത് ഈ പുള്ളി പോലീസ് ജീപ്പ് വന്നിട്ട് തൊട്ടപ്പുറത്തുള്ള കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവരടുത്ത് ആദ്യം എന്തൊക്കെ സംസാരിച്ച് എന്തൊക്കെ ട്രിഗർ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുക. ഒരു 3-4 പോലീസുകാർ ഇവർ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കാൻ തുടങ്ങി, ഈ സാധനം അടിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അടുത്ത പോലീസുകാർ വന്നിട്ട് ചോദിക്കും, നീ ഏത് സാധനം അടിച്ച്, MDMA ആണോ കഞ്ചാവാണോ എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് മറ്റേ ഷൂട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മുടി നാടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ അത് പോയിന്റ് ഔട്ട് ചെയ്ത് ആ ഒരു ഇത് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞങ്ങളത് ഫുള്ള് പെരുമാറുന്നത്. വെച്ചാൽ ഞങ്ങൾ എന്തോ ഉപയോഗിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച പോലെ തെറിവിളിയിലൂടെയാണ് പിന്നെ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രാഹുൽ എൻ്റെ കൂട്ടുള്ളവൻ വീഡിയോ എടുത്തു. എന്ത് ചെയ്തു? ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ഷംന, ഇത് പരാതി കൊടുത്തത് എപ്പോഴാണ്? ഈ കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്ന ശേഷമാണോ ഈ യുവനടൻ പരാതി കൊടുത്തത്, അതോ നേരത്തെ ഈ പരാതി ഉണ്ടോ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കൽ? വിജയകുമാർ, നേരത്തെ തന്നെ ഈ യുവനടനായ സനൂപ് പരാതി നൽകിയിരുന്നു. പക്ഷേ അത് കോടതിയിൽ എത്തിയപ്പോൾ ഈ പ്രതാപ് ചന്ദ്രൻ അതിൽ സ്റ്റേ വാങ്ങി എന്നാണ് ഇപ്പോൾ ഈ നടൻ സനൂപ് നമ്മളോട് പറയുന്നത്. അതായത് 2023 മെയിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രിയിൽ ചായ കുടിക്കാൻ വേണ്ടി കല്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ ഈ പ്രതാപ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം പോലീസുകാർ വരുന്നു. അന്ന് ഈ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയ ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട് ജഡ്ജ് ചെയ്ത് തങ്ങൾ MDMA-യും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സംസാരിക്കുന്നു. പിന്നീട് വാക്കുതർക്കവും മർദ്ദനവും ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ സനൂപിന്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ എന്ന സുഹൃത്തിനെ കൂടി മർദ്ദിക്കുന്ന ഇയാൾ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് പിന്നീട് മർദ്ദനം ഉണ്ടാകുന്നത്. രാഹുലിന്റെ ഫോണ് പോലീസുകാർ വേടിച്ച് അത് തകർത്ത് കളയുന്നു. പിന്നീട് ഈ വണ്ടി ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് കടന്നത്. പക്ഷേ അന്ന് വണ്ടിക്ക് കൃത്യമായി അതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, തങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ പിന്നീട് ക്രൂരമർദ്ദനം തന്നെ ഉണ്ടായി എന്നാണ് സനൂപ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ വീഡിയോ ചിത്രീകരിച്ച രാഹുലിനെയും ഒപ്പം തന്നെ സനൂപിനെയും അതിക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് സ്റ്റേഷനിൽ എത്തിയ ശേഷം CCTV ഇല്ലാത്ത ഒരു മുറിയിൽ കൊണ്ടുപോയി സനൂപിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം 4 ദിവസത്തെ കസ്റ്റഡിയിൽ ഇവർക്ക് കഴിയേണ്ടി വന്നു. പിന്നീട് അന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നിയമ പോരാട്ടവുമായി സനൂപും രാഹുലും പോവുകയുണ്ടായി. പിന്നീട് ആ കേസ് കോടതിയിൽ എത്തുന്ന സമയത്ത് ഈ പോലീസുകാരൻ പ്രതാപ് ചന്ദ്രൻ അതിൽ സ്റ്റേ തേടുകയാണ്. ആ ഒരു കേസ് നടന്നു. ഏതായാലും പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. ഇത് ആദ്യമായല്ല CI പ്രതാപചന്ദ്രനെതിരെ പരാതി ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതികൾ എത്തിയെങ്കിലും തുടർ നടപടികളും ഉണ്ടായില്ല. പ്രതാപചന്ദ്രൻ കാരണങ്ങളില്ലാതെ മർദ്ദിച്ചു എന്ന ദുരനുഭവം നേരിട്ടവർ പ്രതികരിക്കുന്നു. നിന്റെ വീട് എവിടെ ചോദിച്ചു? കാക്കനാടെന്ന് പറഞ്ഞു. കാക്കനാടുള്ളവൻ എറണാകുളത്ത് എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാക്കനാടുള്ളവന് എറണാകുളത്ത് വരാം, എനിക്കറിയില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ല, ഞാൻ ഡെയിലി വരാറുള്ളതാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഹെഡ്സെറ്റിൻ്റെ സാധനം പോക്കറ്റിലുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ ആ ഹെഡ്സെറ്റാന്ന് പറഞ്ഞ് എടുക്കുന്ന സമയത്ത് ലാത്തിക്ക് അടിച്ച്. ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ തല്ലണേന്ന് ചോദിച്ചപ്പോഴാണ് മുഷ്ടി ഒരു മുഖത്തടിച്ച്. ഇത് സ്വിഗ്ഗി ജീവനക്കാരൻ റിനീഷിന്റെ തുറന്നു പറച്ചിൽ. 2 വർഷം മുമ്പ് ഒരു കാരണവുമില്ലാതെയാണ് KG പ്രതാപചന്ദ്രൻ തന്നെ മർദ്ദിച്ചതെന്ന് റിനീഷ് പറയുന്നു. പോലീസ് നടപടിയെ ചോദ്യം ചെയ്തതോടെ മർദ്ദനം തുടർന്നു. മുഖ്യമന്ത്രിക്കും DGP-ക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നുവെന്നും റിനീഷ്. അദ്ദേഹത്തിന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ എന്റെ ഫോട്ടോ എടുക്കരുത്, സാറിന് വേണമെങ്കിൽ സാർ ബൈക്കിന്റെ ഫോട്ടോ എടുത്തോളൂ, എന്റെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. അയാള് നിർത്താതെ തന്നെ എന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കരുതെന്ന്. അപ്പം അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എനിക്ക് അദ്ദേഹം റിപ്ലൈ തന്നത്. ഒരു സ്ത്രീയോട്, നമുക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് നമുക്ക് ഇതുപോലൊരു മോശം അനുഭവം ഉണ്ടാവുന്നത്. സുഹൃത്തായ വനിതാ SIയെ കാണാൻ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു എറണാകുളം സ്വദേശിയായ നിയമവിദ്യാർത്ഥിനി പ്രീതി രാജ് ദുരനുഭവം നേരിട്ടത്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് തടഞ്ഞപ്പോൾ പ്രതാപചന്ദ്രൻ മോശമായി പെരുമാറി. KG പ്രതാപചന്ദ്രനെതിരെ പാലക്കാട് സ്വദേശിയായ യുവനടനും നിയമപോരാട്ടം തുടരുകയാണ്. കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് യുവനടന്റെ പരാതി. കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ 2 വർഷം മുമ്പായിരുന്നു സംഭവം. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വിഷ്വൽ എഡിറ്ററായ രാഹുൽ രാജിനും മർദ്ദനമേറ്റു. 24 കൊച്ചി.
ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ്. പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരിക്കുകയാണ് പ്രതാപചന്ദ്രൻ നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തും അല്ലാതെയും ഒക്കെ മർദ്ദിച്ചത്. ഇന്നലെ ഇതിൽ വീട്ടമ്മ ഗർഭിണിയായ യുവതി അവരുടെ ദുരനുഭവം അതിന്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെയാണ് നിരവധി പരാതികൾ പുറത്തു വന്നത് പ്രതാപചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ. അതിൽ പ്രതിഷേധിച്ച് ഇപ്പോഴിതാ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയിരിക്കുകയാണ്. പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന എന്താണ്? അവരോട് പോലീസുമായി സംസാരിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളുണ്ടോ അവിടെ? എന്താണ് സാഹചര്യം? വിജയകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഉള്ളിലേക്ക് പ്രവർത്തകർ ആദ്യം കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ പോലീസ് തടയുകയായിരുന്നു. സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവർത്തകർ കയറി. ഇതിനിടയിലാണ് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്റ്റേഷന് പുറത്ത് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. CI പ്രതാപചന്ദ്രനെ സർവീസിൽ നിന്ന് സേനയിൽ നിന്ന് പിരിച്ചുവിടണം എന്നൊരു ആവശ്യപ്പെട്ടാണ് ഇന്ന് യൂത്ത് പ്രതിഷേധം ഇവിടെ ആഹ്വാനം ചെയ്തത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഉയർത്തി ഇപ്പോൾ സ്റ്റേഷന് പുറത്ത് കുത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അല്പം അത് സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 2024 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. നോർത്ത് പോലീസ് സ്റ്റേഷൻ ചെയ്യായിരുന്ന പ്രതാപചന്ദ്രനെ ആയിരുന്നു ഇത്തരത്തിൽ ഗർഭിണിയായ യുവതിയെ മുഖത്തടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് വിവിധ കോണിൽ നിന്ന് ഉയർന്നത്. ഇതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ആഹ്വാനം ചെയ്തത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ദൃശ്യം തന്നെ കാണാം. പോലീസുമായി ഇപ്പോൾ അവർ സംസാരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഒരു അല്പം സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് അകത്ത് കയറാൻ ഒരു ശ്രമം അവരുടെ ഭാഗത്തും ഉണ്ടായി. ഇതിനിടയിലാണ് കോമ്പൗണ്ടിലെത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ആക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ അവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടത്തിയ DIG MK വിനോദ് കുമാറിനെ സംരക്ഷിക്കാൻ വകുപ്പ് കൂട്ടുനിന്നതിന് തെളിവുകൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിയെന്നാണ് കണ്ടെത്തൽ. 2 വർഷം മുൻപ് മധ്യമേഖലാ ജയിൽ DIG നൽകിയ കത്ത് അവഗണിച്ചെന്നും വിജിലൻസ് കണ്ടെത്തി. MK വിനോദ് കുമാറിനെതിരായ സമ്പൂർണ്ണ വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് കൈമാറും. തടവുകാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസിൽ കുടുങ്ങിയ ജയിലാസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിനെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പരാതി കത്തുകളുമാണ് വകുപ്പ് തലത്തിൽ പൂഴ്ത്തിയത്. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 2023 ഏപ്രിലിൽ അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG ജയിൽ ഡയറക്ടർക്ക് നൽകിയ കത്ത് അവഗണിച്ചു. വിനോദ് കുമാർ വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷി പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തുകയും വകുപ്പുതല അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയും നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് നിലനിൽക്കെ DIG ആയി സ്ഥാനക്കയറ്റം നേടിയ വിനോദ് കുമാർ തുടർന്ന് ജയിലാസ്ഥാന DIG ആയതോടെ ഫയൽ മരവിപ്പിച്ചു. അധികാര പരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകളെക്കുറിച്ച് അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG 2022 3 കത്തുകൾ ജയിൽ ഡയറക്ടർക്ക് നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല. ഇതുൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറും. റിപ്പോർട്ട് പരിശോധിച്ചാലുടൻ MK വിനോദ് കുമാറിനെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. മോഷണക്കുറ്റം ആരോപിച്ച് പാലക്കാട് അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി രാമനാരായണൻ ഭയ്യെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും. അറസ്റ്റിലായ 5 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൊഴിൽ തേടിയാണ് രാമനാരായണൻ ഭയ്യ പാലക്കാട്ട് എത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ടായിരുന്നു ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും. മോഷ്ടാവെന്നാരോപിച്ചുള്ള ആൾക്കൂട്ടക്കലിയിൽ ഛത്തീസ്ഗഡ് സ്വദേശി രാമനാരായൺ ഭയ്യ നേരിട്ടത് മണിക്കൂറുകൾ നീണ്ട കൊടും ക്രൂരത. അവശനിലയിൽ വഴിയിൽ കിടന്ന രാമനാരായൺ ഭയ്യയെ ആശുപത്രിയിലെത്തിക്കാനും വൈകി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രാമനാരായൺ ഭയ്യ മരിച്ചു. മോഷ്ടാവെന്നാരോപണം തള്ളുകയാണ് രാമനാരായൺ ഭയ്യയുടെ ബന്ധുക്കൾ. തൊഴിൽ തേടിയാണ് ഒരാഴ്ച മുൻപ് രാമനാരായൺ ഭയ്യ പാലക്കാടെത്തിയത്. 4 दिन पहले यहाँ आया था काम करने के लिए, तो यहाँ पे काम उसको पसंद नहीं आया था, तो यहाँ से वो जा रहा था. नया लड़का था तो जगह से अनजान था, रास्ता भटक गया, तो घूमते घूमते उस जहाँ पे उसकी घटना हुआ उस तरफ चला गया. तो लोगों ने उसके साथ में जो वारदात किया था वो किए हैं
उसके बारे में पूरी जानकारी तो नहीं है, लेकिन उसको मारने से मौत हुआ है ऐसा हमें पुलिस वालों ने बताया है। പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി രാമനാരായണൻ വാളയാറിലെ അട്ടപ്പള്ളത്തെത്തുകയായിരുന്നു. രാമനാരായണനെ പ്രദേശത്ത് കണ്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ സമീപത്തെ യുവാക്കളെ വിവരം അറിയിച്ചു. പിന്നീടായിരുന്നു മോഷ്ടാവെന്നാരോപിച്ച് ക്രൂരത. ഇദ്ദേഹത്തിന്റെ കയ്യിൽ വടിയും അതുപോലെ തന്നെ കല്ലും കാണപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം ദേശീയപാതൻ്റെ ആ ഭാഗത്തുനിന്ന് ഉൾപ്രദേശമായിട്ട് ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും പല ആളുകളും ഇതുപോലെ കണ്ടിട്ടുണ്ട്. മൂപ്പര് വരുമ്പോൾ സമയത്ത് വീടുകളുടെ ഇടയിൽ കൂടിയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ആ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ആ നാട്ടുകാരവിടെ കണ്ടത്. സംഭവത്തിൽ പ്രദേശവാസികളായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാമനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 പാലക്കാട്. മുംബൈക്കടുത്ത് ഭയന്തറിൽ ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു. പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 6 ദിവസം കഴിഞ്ഞ് വിവാഹം നടക്കേണ്ട പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരാണ് പുലിയുടെ ആക്രമണത്തിനിരയായത്. ജനാല വഴി പെൺകുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഇത്രയും മണിക്കൂറുകളായി പുലിയെ പിടികൂടാൻ കഴിയുന്നില്ല. എന്താണ് സാഹചര്യം? എങ്ങനെ അവിടെ ഈ പുലിയെ അവിടെ നിന്ന് മാറ്റും എന്നതിൽ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ ഏതാണ്ട് 4-5 മണിക്കൂർ സമയം കഴിയുന്നുണ്ട്. ഇപ്പോഴും പുലിയെ പിടികൂടാനുള്ള ആ ദൗത്യം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന രക്ഷാദൗത്യത്തിലുള്ള സംഘാംഗങ്ങൾ നമ്മളോട് പറഞ്ഞത് പുലിക്ക് മയക്കുവെടി ഏറ്റുകഴിഞ്ഞു, അത് മയങ്ങാനുള്ള ഒരു 15 മിനിറ്റ് സമയം കൂടി ഇനിയും വേണ്ടിവരും എന്നതാണ് അവർ പറയുന്നത്. ആ സമയത്തിനുള്ളിൽ പുലി മയങ്ങിക്കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും എന്നതും പറയുന്നു. ഇവിടെ ഏതായാലും പുലിയെ കൊണ്ടുപോകാനുള്ള വാഹനമടക്കം ഇപ്പോൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ, ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു 15 മിനിറ്റിനകം തന്നെ പുലിയെ പുറത്തേക്ക് എത്തിക്കാനും വേണ്ടി കഴിയും. ഏതായാലും ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, പൂർണ്ണമായും ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളുള്ള ഒരിടത്തേക്കാണ് പുലി എത്തിയിട്ടുള്ളത്. ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു ഫ്ളാറ്റിനകത്തേക്ക് പുലി ഓടിക്കയറി. 1ാം നിലയിലാണ് പുലി ഉള്ളത്. ആ വീട്ടിനകത്തേക്ക് കയറുകയും ആ വീട്ടിനകത്തുള്ള ആളുകളെ പുലി ഗുരുതരമായി ആക്രമിച്ചു എന്നതാണ് അവരുടെ പരിക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ പെൺകുട്ടിയുടെ മുഖത്ത് അതീവ ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് അവരെ പുറത്തേക്ക് എത്തിക്കാൻ പോലും എളുപ്പമായിരുന്നില്ല. കാരണം പുലി ഫ്ളാറ്റിനകത്ത് നിൽക്കെ അകത്തേക്ക് ചെന്ന് അവരെ പുറത്തേക്ക് എത്തിക്കുകയൊക്കെ വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. അത് പൂർത്തിയാക്കാൻ വേണ്ടി പോലും വേറെ ബുദ്ധിമുട്ടി. പുറത്തെ ജനാലയുടെ ഇരുമ്പ് കമ്പികളൊക്കെ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് ആ പെൺകുട്ടിയെ ഇറക്കി കൊണ്ടുവരേണ്ടി വന്നത്. അവരെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത്. 3 പുരുഷന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 4 പേർക്ക് പരിക്കേറ്റു. അതിൽ ഒരു പെൺകുട്ടിയെ അതിസാഹസികമായാണ് ആ ഫ്ളാറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. പുലിക്ക് മയക്കുവെടി ഏറ്റിട്ടുണ്ട്. 15 മിനിറ്റിനുള്ളിൽ അതിനെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ വരവിൽ വൻ വർധന. 1 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് ഉച്ചവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 1.5 ലക്ഷത്തിനടുത്തെത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയവർ 5000 കടന്നു. പുല്ലുമേട് വഴി എത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചതോടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. 26-ന് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേരും.